പ്രിയ കൂട്ടുകാരെ, സുജൂദ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇബാദത്താണ്. ഹദീസിൽ കാണാം, അഖർബു മാ യകുനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ ഫഅക്സിറു ദുആ. ഒരടിമ തൻ്റെ റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് അവൻ സുജൂദ് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ആ സുജൂദിൽ നിങ്ങൾ ദുആ, പ്രാർത്ഥന അധികരിപ്പിക്കൂ എന്ന് ഹദീസിൽ കാണാം. സാധാരണ സുജൂദ് നിസ്കാരത്തിലാണ് നമ്മൾ നിർവഹിക്കാറുള്ളത്. എന്നാൽ നിസ്കാരത്തിൻ്റെ പുറമേയും ചെയ്യാൻ പറ്റിയ രണ്ട് സുജൂദാണ് തിലാവത്തിൻ്റെ സുജൂദ് അഥവാ ഖുർആൻ പാരായണത്തിൻ്റെ സുജൂദ്. മറ്റൊന്ന് ശുക്റിൻ്റെ സുജൂദ്, നന്ദി കാണിക്കുന്നതിൻ്റെ സുജൂദ്. അതെങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ വിവരിക്കാം. ആദ്യം തിലാവത്തിൻ്റെ സുജൂദ് അഥവാ ഖുർആൻ പാരായണത്തിലെ സുജൂദ് പറയാം. ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ വസ്ജുദ് വഖ്തരിബ്, ശേഷം ഒരു ചിഹ്നം കണ്ടില്ലേ? ഇതുപോലത്തെ ചിഹ്നം വരും സുജൂദിൻ്റെ സ്ഥലമാകുമ്പോൾ. അപ്പോൾ ഈ ആയത്തോതി കഴിഞ്ഞാലാണ് നമ്മൾ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ടത്. അത് നമ്മളെന്ത് ചെയ്യുക? തക്ബീർ ചെല്ലുക, ആദ്യം നിയ്യത്ത് വെക്കുക. സുന്നത്തായ തിലാവത്തിൻ്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു, സുന്നത്തായ തിലാവത്തിൻ്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു, അല്ലാഹു അക്ബർ. അതിനുശേഷം നമ്മൾ സാധാരണ നിസ്കാരത്തിൽ ചെയ്യുന്നത് പോലെ സുജൂദ് ചെയ്യുക. സുജൂദ് ചെല്ലേണ്ട ദിക്ർ അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമൻതു വലക അസ്ലംതു സജദ വജ്ഹി ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ പറയാം: അല്ലാഹുമ്മ ലക സജദ്തു, അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ സുജൂദ് ചെയ്തിരിക്കുന്നു. വബിക ആമൻതു, നിന്നെക്കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വലക അസ്ലംതു, നിന്നെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. സജദ വജ്ഹി, എൻ്റെ മുഖം സുജൂദ് ചെയ്തിരിക്കുന്നു. ലില്ലദീ ഖലഖഹു വസവ്വറഹു, ആ മുഖത്തെ സൃഷ്ടിക്കുകയും ആ മുഖത്തെ രൂപപ്പെടുത്തുകയും ചെയ്ത അള്ളാഹുവിനേക്ക്. വശഖ സമഅഹു വബസറഹു, ആ മുഖത്തിലെ കണ്ണിനെയും കാതിനെയും അവൻ കീറിയിരിക്കുന്നു. ബിഹൗലിഹി വഖുവ്വതിഹി, അവൻ്റെ ശക്തി കൊണ്ടും മാറ്റം വരുത്തൽ കൊണ്ടും. തബാറകല്ലാഹു, അല്ലാഹു ഖൈറും ബർക്കത്തും കൂടുതലുള്ളവനാണ്. അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടികർത്താക്കളിൽ ഏറ്റവും നല്ലവനുമാണ്. ഇത്രയും ചൊല്ലിക്കഴിഞ്ഞാൽ സുജൂദിൽ നിന്നും തലപൊക്കി സാധാരണ സലാം വീട്ടും പോലെ സലാം വീട്ടുക. ഇതാണ് തിലാവത്തിൻ്റെ സുജൂദിൻ്റെ രൂപം. ഇനി ഒരാൾക്ക് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവനത് ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അതിന് പകരം ചൊല്ലേണ്ടുന്ന ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇത് 4 പ്രാവശ്യം ചൊല്ലുക. 4 പ്രാവശ്യം ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് നിൽക്കും. തിലാവത്തിൻ്റെ സുജൂദിൻ്റെ അതേ രൂപം തന്നെയാണ് ശുക്റിൻ്റെ സുജൂദിനും. മാറ്റം വരുത്തേണ്ടത് നിയ്യത്തിലാണ്. നിയ്യത്ത് ചെയ്യുമ്പോൾ സുന്നത്തായ ശുക്റിൻ്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു, അല്ലാഹു അക്ബർ. ബാക്കി മുമ്പ് പറയപ്പെട്ട പോലെ തന്നെ ചെയ്യുക, സലാം വീട്ടുക. ഇതാണ് ശുക്റിൻ്റെ സുജൂദ്. ഇത് ചെയ്യേണ്ടുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വരുമ്പോൾ, അല്ലാഹു തആല അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ചെയ്യേണ്ടുന്ന ഒരു സുജൂദാണ് ശുക്റിൻ്റെ സുജൂദ്. അഥവാ ജീവിതത്തിൽ വലിയ വാഹനം ലഭിച്ചു, വീട് ലഭിച്ചു, മക്കളെ കിട്ടി, സമ്പാദ്യം വന്നു, ദാരിദ്ര്യം നീങ്ങി, ഇങ്ങനെ വിഷയം വരുമ്പോഴും, അതേപോലെ നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങൾ ഒഴിവായി, ആപത്തുകൾ മുസീബത്തുകളൊക്കെ ഒഴിവായിപ്പോയി, രക്ഷപ്പെട്ടു, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇങ്ങനെയുള്ള അവസ്ഥകളിലാണ് ശുക്റിൻ്റെ സുജൂദ് സുന്നത്തായിട്ട് വരുന്നത്. അപ്പോൾ അനുഗ്രഹങ്ങൾ വരുമ്പോഴും ആപത്തുകൾ നീങ്ങിപ്പോകുമ്പോഴും നമുക്ക് സുന്നത്തായ ശുക്റിൻ്റെ സുജൂദ് ചെയ്യാവുന്നതാണ്.